Hello, good morning. Today we are moving on to the second lesson of our analog electronics. Okay, ഇന്ന് സെക്കൻഡ് ലെസണിലേക്കാണ് നമ്മൾ പോകുന്നത്. അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ സെക്കൻഡ് ലെസൺ. അതിനകത്ത് നമ്മളിപ്പം മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് BJT കോൺഫിഗറേഷൻസ്. ഓക്കെ, BJT ഏതൊക്കെ കോൺഫിഗറേഷനിലുണ്ട്? കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അതിനകത്ത് മെയിൻലി വി ആർ discussing on the characteristics. What are the different characteristics? Input characteristics and also the output characteristics. ഇത്രയാണ് പഠിക്കാൻ പോകുന്നത്. Okay, so let us start. So last class we have studied that our BJT is being operated under, it can be operated under 4 modes, that is cutoff region, linear region or active region, saturation region or reverse active region. So what we usually use is, we usually only use the 3 modes of operation. That is, either the switch can be off, that is cutoff region, or the switch can be on, that is saturation region. For amplification purpose or for controlled current flow purpose, we are operating the transistor in the linear region. In the linear region, the transistor should work in the active mode. In an active mode, what is happening? In an active mode, the input junction is forward biased and the output junction is reverse biased. So what do you mean by intermediate controlled current flow? That is, as the input in current increases, the output also increases. അല്ലേ, നമ്മൾ എന്തിനാ ഈ BJT ഉപയോഗിക്കണേ? BJT കണ്ടുപിടിച്ചത് തന്നെ AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. TVക്കകത്തൊക്കെ AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു AC സിഗ്നൽ കൊടുത്താൽ ഔട്ട്പുട്ടിൽ അതൊരു വലിയ AC സിഗ്നലായിട്ട് കിട്ടണം. അപ്പം ചെറിയത് AC സിഗ്നൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്നതിനും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസും ഡിക്രീസും വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ ആൻഡ് ഷേപ്പ് നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മുടെ BJT ലീനിയർ എലമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ലീനിയർ എലമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മോഡാണ് ആക്റ്റീവ് മോഡ്. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റേഴ്സ്. അറിയാലോ, ട്രാൻസിസ്റ്ററിന് വി നോ ദാറ്റ് ദ ട്രാൻസിസ്റ്റർ ഹാസ് 3 terminals, 3 terminals, that is emitter, base and collector. 2-port device ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കാൻ പറ്റും. 2-port device ആണ്. അപ്പോൾ 2 പോർട്ടും 3 ടെർമിനലും ആണ്. നാച്ചുറലി 1 ടെർമിനൽ രണ്ടിനും കോമൺ ആയിരിക്കും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കിയേ, എന്താ പറയണേ അവർ? നോക്കിയേ, there are 3 main configuration: common base, common emitter, common collector. എന്തുകൊണ്ടാണ് പേര് വന്നത്? because here the base terminal is common to the input and output port. The base terminal is common to the input and output port ആയതുകൊണ്ട് we call this configuration as common base. കണ്ടോ, അപ്പോൾ ഇവിടെ ബേസ് കോമൺ ആയിട്ട് ഇൻപുട്ട് കൊടുക്കുന്നിടത്തും ഔട്ട്പുട്ട് കൊടുക്കുന്നിടത്തും നിൽക്കുന്നു. സിമിലർലി നമ്മൾ എന്താ ചെയ്യുന്നത്? ദിസ് ഇസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലേ? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? അതാ നോക്കിക്കേ, ഹിയർ ദ എമിറ്റർ ടെർമിനൽ ഈസ് കണക്റ്റഡ് ഇൻ common to the input and the output. കണ്ടോ, കോമൺ എമിറ്റർ ടെർമിനലിൽ എമിറ്റർ ഈസ് കോമൺ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇൻപുട്ട് ഈസ് കോമൺ, കളക്റ്റഡ് ടു input is connected to the base emitter terminal and output is connected to the collector and emitter terminal. കണ്ടോ, അപ്പം ഇതിനകത്ത് എമിറ്റർ കോമൺ ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഇൻ ദ തേർഡ് കോൺഫിഗറേഷൻ എന്താണ് നോക്കിക്കേ, ദാറ്റ് ഈസ് കോമൺ. ഇവിടെ ഇൻപുട്ട് ബേസിലേക്കും ഔട്ട്പുട്ട് കറണ്ട് എമിറ്ററിലേക്കും കൊടുക്കുന്നു. കളക്ടർ ഈസ് ആക്ടിങ് ആസ് എ കോമൺ. അപ്പോൾ നോക്കിക്കേ, ഇൻ എ കോമൺ കളക്ടർ മോഡ് ഇൻപുട്ട് ഈസ് ഗിവൺ ഇൻ ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് കളക്ടർ and output is taken from the emitter and collector. അപ്പം we have to discuss the 3 main configuration of the transistors in this lecture. അപ്പോൾ ഫസ്റ്റ് കോൺഫിഗറേഷൻ എന്താ? കോമൺ ബേസ് കോൺഫിഗറേഷൻ. കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ബേസ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. കണ്ടോ, ബേസ് ഇൻപുട്ടിൽ കൊടുക്കുന്നതിനും ഔട്ട്പുട്ടിൽ എടുക്കുന്നതിനും കോമൺ ആയിട്ട് തന്നെയാണ് നമ്മുടെ ബേസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസ് നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, വി ആർ
giving the input to the emitter and output to the collector. അപ്പോൾ ഇവിടെ ഇൻപുട്ട് നമ്മൾ എ സി ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഇ ആണ്. നോക്കണേ, ട്രാൻസിസ്റ്റർ എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലേ? നോക്കിക്കേ, ഐ ഇയുടെ ഡയറക്ഷൻ, ആരോ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇനി കളക്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെയാണ്? കളക്ടർ കറണ്ടാണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ കളക്ടറാണ്, ഇത് ബേസ് കറണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് റീജിയന് വർക്ക് ചെയ്യിക്കേണ്ടത്? ഇൻപുട്ട് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ്, അതായത് എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു ദ എൻ ടെർമിനൽ ആൻഡ് P region is connected to the positive terminal of the battery. So this will act as a forward biased junction. രണ്ടാമത്തെ റിവേഴ്സ് ബയസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പി കണക്ട് ചെയ്തേക്കുന്നുണ്ടോ? ഈ പി കൊണ്ടുപോയി നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ട് എൻ കൊണ്ടുപോയി പോസിറ്റീവിൽ കണക്ട് ചെയ്തു. സോ ദിസ് ഇസ് റിവേഴ്സ് ബയസ്ഡ് ആൻഡ് ദിസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നമ്മളുടെ ആസ് ഇക്വലൻ ടു ഡയോഡ് വരച്ചാലോ? ഇക്വലൻ ടു ഡയോഡ് വരയ്ക്കുകയാണ് എങ്ങനെയാണ്? ഓൺ സിംപ്ലിഫിക്കേഷൻ ഐ ക്യാൻ ഡ്രോ ദ സർക്യൂട്ട് ആസ്, ഈ ഒരു സർക്യൂട്ടിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ദിസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് അല്ലേ? അപ്പം ദിസ് ജംഗ്ഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് എ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്. ഒരു ഡയോഡ് കൊണ്ട് എനിക്ക് ഈ ജംഗ്ഷനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെയാ? ദിസ് ഈസ് എൻ ടെർമിനൽ ആൻഡ് ദിസ് ഈസ് പി ടെർമിനൽ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കൊരു ഡയോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? എൻ ആൻഡ് പി ഷുഡ് കം ഹിയർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണെന്ന് കണ്ടോ? എൻ ആൻഡ് പി ടെർമിനൽ ഒരു ഡയോഡ് വെച്ച് എനിക്ക് റീപ്ലേസ് ചെയ്യാം. സിമിലർലി ഇതിനെയും ഈ ജംഗ്ഷനെയും ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് എ ഡയോഡ് അല്ലേ? അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്ന ഡയോഡ് എന്ന് പറഞ്ഞാൽ. ദിസ് ഇസ് എൻ ആൻഡ് പി. അപ്പം ഇൻ ഷോർട്ട് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? there are two diodes connected in phase opposition. കണ്ടോ? അപ്പം ഐ ക്യാൻ ഡ്രോ ദിസ് ട്രാൻസിസ്റ്റർ ആസ് ടു ഡയോഡ്സ് കണക്റ്റഡ് ഇൻ ഒപ്പോസിഷൻ. കണ്ടോ? രണ്ട് ഇങ്ങനെ തിരിച്ച് കണക്ട് ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ്? ഇൻപുട്ടും ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിനകത്ത് ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നത് ഐ ഇ ആണ് അല്ലേ? അപ്പോൾ ഇൻപുട്ട് കറണ്ട് ഐ ഇ ആണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വേണം ഇൻപുട്ട് കറണ്ട് വരാൻ. നോക്കിക്കേ, കണ്ടോ? ഈ ഡയറക്ഷനിലാണ് ഇൻപുട്ട് കറണ്ട്. ഇനി ബാക്കിയുള്ള കറണ്ട് എങ്ങനെയായിരിക്കും? ഐ ഇ ഇങ്ങനെയാണെങ്കിൽ ഐ ബി എൻട്രിങ് ആയിരിക്കും ഇല്ലേ? ഐ ബി എന്ന് പറയുന്ന കറണ്ട് ഇറ്റ് വിൽ ബി എൻട്രിങ് ആൻഡ് ഐ സി എങ്ങനെ? ഐ സിയും എൻട്രി ചെയ്യുമായിരിക്കും. എന്നാലേ നമ്മളുടെ ജനറൽ ഇക്വേഷൻ കിട്ടത്തുള്ളൂ അല്ലേ? ബിക്കോസ് ഇനി ഒരു കാര്യം കൂടെ പറയണോ? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ഇത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും വെൻ ഇറ്റ് കംസ് ഇൻ ദ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ഈ എൻ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പം ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഓപ്പോസിറ്റാണ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ. അതുകൊണ്ടാണ് ഈ വെളിയിലേക്ക് വന്നേക്കുന്നത്. സിമിലർലി ഇവിടെ പി ആണ്, പി റീജിയനും കൂടെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഹോൾസിനെ റിപ്പൽ ചെയ്യും, പക്ഷേ ഈ ബേസിലുള്ള മൈനോറിറ്റി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അതിന് ഓപ്പോസിറ്റ് വേണ്ടേ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ. സോ ഐ ബി ഉള്ളിലേക്കാണ്. പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹിയർ ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ് ജംഗ്ഷൻ. സി ബി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ്ഡ് ആണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് എൻ ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ സി കൂടെ വെളിയിലേക്ക് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകും. ഇങ്ങനെ വെളിയിലേക്ക് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുമ്പോൾ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എന്താ എനിക്ക് പറയാൻ പറ്റുന്നത്? ഐ ക്യാൻ റിലേറ്റ് ദീസ് ത്രീ കറൻറ്റ്സ് ആസ് ഐ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇവിടെ ഞാനൊരു റൂള് KCL വെച്ച് അപ്ലൈ ചെയ്ത് ഈ ജംഗ്ഷനിൽ കൊടുക്കുവാണെങ്കിൽ ഐ ഇ ഈസ് ഈക്വൽ ടു ദ ഇൻകമ്മിങ് കറൻറ്റ്സ് ഐ ബി പ്ലസ് ഐ സി. സോ ദാറ്റ് ഈസ് ഐ ഇ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തെ കറൻറ്റ്സ് ഒക്കെ മനസ്സിലായി. ഇനി ഞാൻ ഇൻപുട്ട് പാരാമീറ്റേഴ്സായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഇൻപുട്ട് കറണ്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇൻപുട്ട് കറണ്ട് എങ്ങനെയാണ് വരിക? ഐ ഇ ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്താ? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബി ഇ. ഇങ്ങോട്ടല്ലേ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് വി ബി ഇ ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി വി സി ബി ആയിരിക്കും കേട്ടോ. കോമൺ ബേസിൽ ഇത് സി ഇ അല്ല, ഐ എം സോറി, ദിസ് ഇസ് വി സി ബി. ഔട്ട്പുട്ട്
വി സി ബിക്ക് അക്രോസ് ആയിരിക്കും എടുക്കുക. ആൻഡ് ദിസ് ഇസ് ഔട്ട്പുട്ട് കറണ്ട് ഈസ് IC. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ടേബിളിനകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ ഇൻപുട്ട് പാരാമീറ്റേഴ്സിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ വി കോൾ ഇറ്റ് ആസ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പം വാട്ട് വിൽ ബി ദ ഇൻപുട്ട് ഓർ വാട്ട് ഈസ് ആൻ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ദ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്. കണ്ടീഷൻ ഉണ്ട്, കീപ്പിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലോട്ട് ബിറ്റ്വീൻ ദ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ഓർ കീപ്പിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. സിമിലർലി ഈ രണ്ടെണ്ണം, അതായത് ഈ രണ്ടെണ്ണം പറയുന്ന പറഞ്ഞാൽ ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സാണ്. സോ ദ പ്ലോട്ട് ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കീപ്പിംഗ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പ് ഇപ്പം നമുക്ക് ജനറൽ ഇക്വേഷൻ കിട്ടിയല്ലേ, IE = IB + IC എന്ന് കിട്ടി. അതിനകത്ത് IE എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ടും IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ടുമാണ്. അപ്പം ഈ ഔട്ട്പുട്ട് കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ദിസ് ഔട്ട്പുട്ട് കറണ്ട് എന്താ? BJT എന്ന് പറഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലേ, ബൈപോളാർ. രണ്ട് ടൈപ്പ് ഓഫ് കറണ്ട് കാരിയേഴ്സും ഉണ്ട്. മജോറിറ്റി കറണ്ട് കാരണവും IC ഉണ്ടാവും, മൈനോറിറ്റി കറണ്ട് കാര്യവും IC ഉണ്ടാവും. അപ്പോൾ മജോറിറ്റി കറണ്ട് കാര്യം എങ്ങനെ IC ഉണ്ടാവുന്നത്? മജോറിറ്റി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? NPNനകത്ത് ഈ N ലെയറിനകത്തെ മജോറിറ്റി ഇലക്ട്രോൺസാണ്. ഇലക്ട്രോൺസ് കാരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മജോറിറ്റി കാരണം ആൽഫ ടൈംസ് IE. അതല്ലേ ആൽഫ, കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ ആംപ്ലിഫിക്കേഷൻ ആൽഫ ആണ്. സോ ദിസ് IC കൺസിസ്റ്റ് ഓഫ് മജോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് ആസ് വെൽ ആസ് മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ്. ഈ മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ICO എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ മൈനോറിറ്റി കറണ്ട് ക്യാരിയർ ആൻഡ് ആൽഫ DC × IE എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മജോറിറ്റി കറണ്ട് ക്യാരിയർ. അപ്പം ഔട്ട്പുട്ട് കറണ്ട് കൺസിസ്റ്റ് ഓഫ് മജോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് ഓർ ഇലക്ട്രോൺസ് ആസ് വെൽ ആസ് ദ മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് ഓർ കറണ്ട് കണ്ടക്ഷൻ ഡ്യൂ ടു ദ ഹോൾസ്. അപ്പോൾ ICയുടെ ഇക്വേഷൻ മറക്കരുതേ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ IC? The equation for IC is equal to alpha DC or alpha IE plus ICO. ഓക്കെ, ഇത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ICOനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ICBO. ഓക്കെ, കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെന്നറിയാൻ ICBO. അപ്പം നമ്മൾ എന്തിനാണ് ഇത് പഠിക്കണത്? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വി ആർ പ്ലോട്ടിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ്? രണ്ട് ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം വി ആർ ഡീലിംഗ് വിത്ത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക? ഇതിനകത്ത് ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇൻപുട്ട് കറണ്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് കറണ്ട് ഈസ് IE ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇൻപുട്ട് വോൾട്ടേജ് ഈസ് VBE. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, ഇൻപുട്ട് കറണ്ട് ഇൻപുട്ട് വോൾട്ടേജോ? അപ്പോൾ ഇൻപുട്ട് ജംഗ്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻപുട്ട് ജംഗ്ഷൻ മാത്രം വരുമ്പം ഇറ്റ് വിൽ ബി എ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്. ഒരു ഫോർവേഡ് ബയസ്ഡ് ഡയോഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഈ സർക്യൂട്ട് വരയ്ക്കുമ്പോഴേ ഇതിനകത്ത് എന്താ? ഈ ഡയോഡ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ബയസ്ഡ് ഡയോഡാണ് D. ദിസ് ഈസ് ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്. ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോഴത്തേക്കും this diode will exhibit the forward characteristics of a diode. എന്നതാ forward characteristics of a diode എന്ന് പറഞ്ഞാൽ ഓർക്കണുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിൻ്റെ കർവ് പോലെ തന്നെയായിരിക്കും. ഒന്നുകൂടെ പറയണമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് നോക്കണം, ഈ ട്രാൻസിസ്റ്ററിനെ നമുക്ക് ഇങ്ങനൊരു ഡയോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കർവ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IEയും ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VBEയുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇത് വരയ്ക്കണമെങ്കിൽ VIക്ക് ആരെ വരയ്ക്കണേ? എന്താ? ഈ ജംഗ്ഷൻ അക്രോസ് ഉള്ള VIക്ക് ആരെ എന്ന് പറഞ്ഞാൽ ദാ ഈ ഡയോഡിൻ്റെ VIക്ക് ആരെയാണ്. ഓക്കെ, അപ്പം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഷേപ്പ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്. ഓക്കെ, അപ്പം നോക്കിക്കോണേ, ദിസ് ഈസ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്
കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ കർവ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്. സോറി, ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി. ഇത് IB അല്ല, ഇറ്റ് ഈസ് IE ആൻഡ് VBE. ഓക്കെ, ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VBC. ഇത് കോമൺ എമിറ്ററിൻ്റെ ആയിപ്പോയി, സോറി. ഇത് ശരിയാണ്, നോക്കിക്കേ. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇത് ശരിയാണ്, നോക്കിക്കേ. ഹിയർ ഇൻപുട്ട് വോൾട്ടേജ് VBE ആൻഡ് നമ്മൾ പിന്നെ എന്തൊക്കെയാണ് നോക്കുന്നത്? ഹിയർ IE ആണ് വേണ്ടത്. കണ്ടോ, കർവ് ശരിയാണ്. IE ആൻഡ് VBE ആണ് വേണ്ടത് കേട്ടോ. IE ആൻഡ് VBB, ദ കർവ് ബിറ്റ്വീൻ IE ആൻഡ് VBE ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VCB. കണ്ടോ, ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VCB. കണ്ടോ, VCBയുടെ വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. കണ്ടോ, നമ്മുടെ സാധാരണ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഷേപ്പ് തന്നെയാണ്. ഇനി അപ്പം ആദ്യം ഞാൻ 1 വോൾട്ട് അപ്ലൈ ചെയ്തു. എൻ്റെ സർക്യൂട്ടിൽ 1 വോൾട്ട് അപ്ലൈ ചെയ്തു. അതായത് ഈ VCBയിലെ നോക്കണേ, നമ്മുടെ VCBക്കകത്ത് 1 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? സർക്യൂട്ടിലേക്ക് പോവാണ്. 1 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇതിനകത്ത് ആദ്യം 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ഞങ്ങൾ ഇവിടെയല്ലേ ഇൻപുട്ട് വരണേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ്ഡും ഇത് റിവേഴ്സ് ബയസ്ഡുമാണ്. അപ്പോൾ ഇവിടെ ഈ VCB ആണ് ആദ്യം 1 വോൾട്ട് കൊടുത്തത്. അപ്പം വെൻ ഐ ഹാവ് ഗിവൺ 1 വോൾട്ട് എൻ്റെ ക്യാര ഇങ്ങനെയാണ് കിട്ടിയത്. 10 വോൾട്ട് കൊടുത്തപ്പോഴത്തേക്കും ഈ ക്യാര നേരത്തെ വരാൻ തുടങ്ങി. അതായത് ഇറ്റ് സ്റ്റാർട്ട്സ് കണ്ടക്റ്റിംഗ് എയർലി. ഓക്കെ, ആ ഒരു എഫക്റ്റിൻ്റെ പേരാണ് എയർലി എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് വോൾട്ടേജ് VCB കൂട്ടുന്നതിനനുസരിച്ച് കണ്ടക്ഷൻ പെട്ടെന്നാണ് നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, വെൻ ഇറ്റ് വാസ് 1 വോൾട്ട്, ഞാൻ 1 വോൾട്ട് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ദിസ് വാസ് മൈ 2 ജംഗ്ഷൻസ്. അപ്പോൾ അറിയാമല്ലോ, ഓൾറെഡി അറിയാം. എന്താ, ഫോർവേഡ് ബയസിങ് ആണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. വേറാസ് ഫോർ റിവേഴ്സ് ബയസിങ് ആണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. നോക്കണേ, ബേസ് കളക്ടർ റീജിയൻ്റെ പ്രത്യേകതകളൊക്കെ ഓർക്കുന്നുണ്ടോ? എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് തിന്നായിരിക്കും, കളക്ടർ ഇൻ്റർമീഡിയറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, പക്ഷേ ലാർജ് ഏരിയ കാണും. അപ്പോൾ ഈ കളക്ടറിനകത്ത് നമ്മളെന്താ ഇത് റീകോമ്പിനേഷനൊക്കെ നടന്നിട്ട് ഡിപ്ലീഷൻ റീജിയൻ വലുതാവുമല്ലോ. അപ്പോൾ വലുതാവുമ്പോൾ കൂടുതൽ കളക്ടർ റീജിയനിലേക്ക് ഇറങ്ങും. കണ്ടോ, ഇവിടെ കണ്ടോ, കൂടുതലും കളക്ടർ റീജിയനിലേക്ക് ഇറങ്ങും. പിന്നെ ബേസ് റീജിയൻ ഓൾറെഡി അതിനകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ റിവേഴ്സ് ബയസിങ് കൂട്ടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. അതായത് ഇവിടെ 1 വോൾട്ട് കൊടുത്തിടത്ത് ഞാനിപ്പോൾ 5 or 10 വോൾട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടി. ആ കൂടിയത് കളക്ടറിലേക്കും ഇറങ്ങുന്നുണ്ട്, അത് കൂടാതെ ബേസിലേക്കും ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ബേസിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ, ദ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് ഇപ്പം കുറഞ്ഞു. കണ്ടോ, ബേസ് വിഡ്ത്ത് ഇപ്പോൾ ഒരു ശകലേ ഉള്ളൂ. നേരത്തെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, തിന്നായിരുന്നെങ്കിലും. ബട്ട് ഇപ്പം വെരി വെരി തിന്നായി, ആസിഫെ സ്ലൈസ് പോലെ കുറഞ്ഞു പോയി. അപ്പം ബേസ് വിഡ്ത്ത് കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ബേസ് കറണ്ട് കുറയും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും ബേസ് വിഡ്ത്ത് കുറയും. കണ്ടോ, ഇത് കണ്ടോ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബേസ് കറണ്ട് കുറയും. അപ്പം ഇത് കണ്ടോ, ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ VBEയുടെ വാല്യൂ എന്താ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. VBE മറ്റേ 0.7 ആകുന്ന വരെ നിൽക്കണില്ല, അതിന് മുമ്പേ കണ്ടക്ട് ചെയ്ത് വരികയാണ്. അപ്പം അങ്ങനെ നേരത്തെ കണ്ടക്ട് ചെയ്യുന്ന എഫക്റ്റിൻ്റെ പേരാണ് എയർലി എഫക്റ്റ്. ഓക്കെ, അപ്പം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് ഓഫ് എ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ്.
Okay, or it is having the same characteristics as that of a forward biased diode. ഇനി രണ്ടാമത് പഠിക്കാനുള്ളതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്, മുമ്പത്തെ ഡയോഡ് പോലെ തന്നെ വരച്ചിട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ റിവേഴ്സ് ബയസ്ഡ് ജംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ്, അതായത് ഐ സി വേഴ്സസ് വി സി ബി ആണ്. അപ്പോൾ ഇതെന്താ, ഇറ്റ് ഈസ് ഹാവിങ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ദിസ് റിവേഴ്സ് ബയസ്ഡ് ഡയോഡ് ഡി. അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുഞ്ഞുങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരിക? റിവേഴ്സ് ബയസ്ഡ് ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ എന്താ റിവേഴ്സ് ബയസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? തേർഡ് ക്വാഡ്രൻറ്റ് വന്നിട്ട് ഫ്ലാറ്റ് ആയിട്ടൊരു കർവ്, സ്റ്റാർട്ടിങ്ങിലൊന്നുമില്ല, പിന്നെ താഴോട്ടൊരു ഫ്ലാറ്റ് ആയിട്ടൊരു കർവ്, പിന്നെ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ. നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദ പ്ലോട്ട് ഓഫ് ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. Output current versus output voltage. It is a plot of output current versus output voltage with the emitter current IE as constant, with emitter current IE as a കോൺസ്റ്റൻ്റ്. അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മുടെ ഇൻപുട്ട് കറണ്ട് ഐ ഇ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി കോൾ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കാം, കളക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കേ. കണ്ടോ, റിവേഴ്സ് ബയസ്ഡ് ഡയോഡിൻ്റെ അതേ ഷേപ്പാണ്. അപ്പോൾ എന്തൊക്കെ തമ്മിലാണ്? ഔട്ട്പുട്ട് കറണ്ട് ഐ സിയും വി സി ബിയും തമ്മിലാണ് ഇവർ വരയ്ക്കുന്നത്. ഇനി നോക്കിക്കോണേ, ഇതിന് 3 റീജിയൻസ് ഉണ്ട്. അതായത് വെൻ മൈ ഐ ഇ എന്ന് പറയുന്ന 0, വെൻ മൈ ഇൻപുട്ട് കറണ്ട് 0 ആണെങ്കിലും ഞാൻ ഐ ഇ ഒന്നും കൊടുത്തില്ലേലും ഐ സി ഒ ദർ വിൽ ബി എ മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ്. എന്തുകൊണ്ടാണ് ഈ മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് ഉണ്ടാകുന്നത്? ഞാൻ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലേ തന്നെയും ദർ വിൽ ബി എ സ്മോൾ കറണ്ട്. ഓക്കെ, ആ സ്മോൾ കറണ്ടിനെയാണ് ഐ സി ഒ ഓർ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഐ സി ബി ഒ എന്നും വിളിക്കാം. ഓക്കെ, കട്ട് ഓഫ് കറണ്ട് ഓർ ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കാം, വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ്. ഓക്കെ, സർഫസ് ലീക്കേജ് കറണ്ട് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് കാരണം ഉണ്ടാകുന്നതിനെയാണ് ഈ ഐ സി ഒ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? ആസ് ഐ ഇ ഇൻക്രീസസ്, ഇൻപുട്ട് കറണ്ട് കൂട്ടി പോകുമ്പോഴത്തേക്കും ഐ സിയും ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ആൽഫ ഇൻറ്റു ഐ ഇ. ആൽഫയുടെ വാല്യൂ ഓർത്തോണം. ആൽഫ വാല്യൂ വിൽ ബി ഓൾവേസ് less than or equal to 1. Alpha value will be always less than or equal to 1. അത് മറക്കല്ലേ. ആൽഫ വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി, ദാറ്റ് വിൽ ബി ഫ്രം 0.91 to 0.99 to 0.96 to 0.99 ആ ഒരു റേഞ്ചിലാണ് സാധാരണ വരിക കേട്ടോ. എന്താ ആൽഫയുടെ വാല്യൂ റേഞ്ച് വരുന്നത് 0.95 to 0.99 റേഞ്ചിലൊക്കെയാണ് ആൽഫയുടെ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഐ ഇ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി ആയിരിക്കും. പിന്നെ ഒരു റീസൺ കൂടെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്താ? ഐ ഇ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആണ്, വെയർ ഐ ബി വിൽ ബി ഓൾവേസ് ഇൻ മൈക്രോ ആംബിയേഴ്സ്, വളരെ കുറവായിരിക്കും. സോ ഐ ക്യാൻ സേ ഐ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഇ. അപ്പം നോക്കിക്കേ, ഇവർ ഏതാണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഐ ഇ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഐ സിയും കോൺസ്റ്റൻ്റ് ആണ്, ഫ്ലാറ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേരിയേഷൻ എടുത്ത് ഫ്രം 4 to 6 ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷൻ എടുക്കുവാണെങ്കിൽ 2 കിട്ടും, ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് വാല്യൂ, ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ ഫോർ എ
കോമൺ ബേസ് കോൺഫിഗറേഷൻ. അത് ഓർത്തോണം കേട്ടോ. ഔട്ട്പുട്ട് കറണ്ട് വാല്യൂ ഇസ് വെരി ഹൈ ആയിരിക്കും. ഇനിയുണ്ടല്ലോ ഇതെന്താ സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയനിൽ എന്താ ആക്റ്റീവ് റീജിയൻ അല്ലെ സാച്ചുറേഷൻ റീജിയൻ അറിയാമല്ലോ. ഇതിനകത്ത് എന്താ നമ്മൾ ബയസിങ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻഡ് ഓൺ ടു ദ സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പം ഇത് കട്ട് ഓഫ് റീജിയനിൽ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലായിരുന്നു. ഫോർവേഡ് ബയസിങ്ങിനകത്ത് ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലായിരുന്നു. ഫോർവേഡ് ബയസിങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ആക്റ്റീവ് റീജിയനിൽ വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത് ദർ ആർ 3 റീജിയൻസ്: കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ ഇതാണ് ലോഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ കോമൺ ബേസ് കോൺഫിഗറേഷൻ? ഫോർ എ കോമൺ ബേസ് കോൺഫിഗറേഷൻ ദ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. കാരണം എന്താ? ഇത് നമ്മളുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ആന്ന് പറഞ്ഞു. ദെൻ വാട്ട് അബൌട്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് അല്ലേ. ഈ വാല്യൂ സംവാട്ട് ഇറ്റ് വിൽ ബി ലോ ബിക്കോസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി ലോ ഇൻ ഓംസിലായിരിക്കും ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽ ബി ഇൻ വെരി ഹൈ വാല്യൂ. അങ്ങനെ ആകുമ്പോൾ എന്താ? അതുകൊണ്ടാണ് ഈ പേര് ട്രാൻസിസ്റ്റർ എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ. കാരണം ഈ ഐഇയും ഐ സി ഏതാണ്ട് എന്നാ ഈക്വലാണ്. അപ്പം ഈ ഈ ലോ വാല്യൂ റെസിസ്റ്റൻസ് വരുമ്പോൾ ഒരു വോൾട്ടേജ് കിട്ടും, അതാണ് ഇൻപുട്ട് വോൾട്ടേജ്. അതേ അത് തന്നെ ഐ സി കിട്ടിയിട്ട് അത് ഹൈ റെസിസ്റ്റൻസിന് അക്രോസ് ആയി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഹൈ റെസിസ്റ്റൻസിന് അക്രോസ് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഹൈ വോൾട്ടേജ് കിട്ടും. അതാണ് അങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അതാണ് ഇൻ എ ട്രാൻസിസ്റ്റർ ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഒക്കേഴ്സ്. അതായത് ലോ റെസിസ്റ്റൻസിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസിലേക്ക് കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു. സോ ദിസ് ഈസ് എ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 50 to 300. ബട്ട് കറണ്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമൺ ബേസ്. ഇനി അതുപോലെ തന്നെയാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്താ സംഭവിക്കുക? ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഈ എമിറ്റർ ടെർമിനൽ വിൽ ബി കോമൺ ആയിരിക്കും. അപ്പോൾ എന്താ? ഇവിടെ ഫോർവേഡ് ബയസിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും P should be connected to positive and N should be connected to the negative. എന്നിട്ട് ഇവിടെ we are giving reverse biasing. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടേണ്ടതെന്ന് വെച്ചാൽ we have to get the equation as IC is equal to beta IB plus beta plus 1 into ICBO. അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പം ഇത് ആദ്യം ഡയോഡ് ടേംസിൽ വരയ്ക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ദിസ് എമിറ്റർ ഈസ് കോമൺ. അപ്പം ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുന്നത്? ഇൻപുട്ട് ഈസ് ഗിവൺ ടു VBE and output is taken from VCE. അപ്പോൾ നോക്കിക്കേ, ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് വരണം ഇൻപുട്ട് കൊടുക്കുന്നിടത്ത്. ഔട്ട്പുട്ട് കൊടുക്കുന്നിടത്തോ നെഗറ്റീവ് പോസിറ്റീവ്. സോ ആദ്യം ഔട്ട്പുട്ട് ഡയോഡ് D വരച്ചു, നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ കളക്ടറാണ് നെഗറ്റീവ്, NPN ആണ് NP. സോ നെഗറ്റീവ് പോസിറ്റീവ് വെച്ച് ഫസ്റ്റ് ഡയോഡ്. പിന്നെ സെക്കൻഡ് ജംഗ്ഷനെ എങ്ങനെ വരച്ചു? അത് ഇവിടെ എന്താ? നെഗറ്റീവ് പോസിറ്റീവ്. കണ്ടോ? നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വെച്ചു ആൻഡ് ദർ ഈസ് എ കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഇവിടെ കറണ്ട് IE വെളിയിലോട്ടായിരിക്കും, IB ആൻഡ് IC വിൽ ബി ഇൻവേർഡ്സ്. ഓക്കെ, ഇനി we will start from the general equation. എങ്ങനെയാ? IC is equal to, in the common base configuration we have studied, IC is equal to alpha IE plus ICBO. ഓക്കെ, ആൽഫ IE പ്ലസ് ICBO. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് IEയുടെ ജനറൽ ഇക്വേഷൻ എന്നാ? IE ഈസ് ഈക്വൽ ടു IC പ്ലസ് IB. അത് എല്ലാ കോൺഫിഗറേഷനിലും ആ ഇക്വേഷൻ ജനറൽ ഇക്വേഷനാണ് കേട്ടോ, അതിനൊരു വ്യത്യാസമില്ല. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ IEക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? IC ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു, കണ്ടോ, ഈ IEക്ക് IB പ്ലസ് IC എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. കാരണം IC ഇവിടെയുമുണ്ട് IC ഇവിടെയുണ്ട്. സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? IC ഇൻറ്റു 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു IB പ്ലസ് ICBO. കണ്ടോ?
IC into 1 minus alpha is equal to alpha IB plus ICBO അല്ലേ? അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? എനിക്ക് വേണ്ടത് എന്താ? എൻ്റെ ഔട്ട്പുട്ട് കറണ്ട് IC ആണ്. സോ ഞാൻ ICയെ കണ്ടുപിടിച്ചു. IC is equal to alpha IB plus ICBO divided by 1 minus alpha. അതായത് IC is equal to എന്താ? ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പം ഈ IC എന്ന് പറഞ്ഞാൽ എന്നാ? ഔട്ട്പുട്ട്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് കറണ്ടും IB എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും അല്ലേ? ഇതാണ് ഇൻപുട്ട് വരുന്നത് IBയും ഔട്ട്പുട്ട് കൊടുക്കുന്നത് ICയുമാണ്. അപ്പം ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടും വെച്ച് പറയുകയാണെങ്കിൽ എന്താ? there is an amplification factor ഇല്ലേ? ആ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ഈ ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ആ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെയാണ് ഞാൻ ബീറ്റ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബീറ്റ. സോ IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ICEO. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈ 1 ബൈ 1 മൈനസ് ആൽഫാന് നമുക്ക് ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? എനിക്ക് ഇതിനകത്ത് ഈ ബീറ്റയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പം ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാവോ? നോക്കിക്കേ, ഞാൻ ആദ്യം ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ എന്ന് എഴുതി, എന്നിട്ട് പ്ലസ് 1 ആഡ് ചെയ്തു രണ്ട് സൈഡിലും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 1 മൈനസ് ആൽഫ ഇവിടെ വരും. എന്നിട്ട് LCM ആയിട്ട് 1 മൈനസ് ആൽഫ ഞാൻ കൊടുത്തു. സോ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് വരും. ആൽഫയും ക്യാൻസൽ ആവില്ലേ? അപ്പോൾ എന്താ? 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു 1 ബൈ 1 മൈനസ് ആൽഫ. അതിനെ ഞാൻ ബീറ്റ പ്ലസ് 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ നോക്കിക്കേ, എങ്ങനെയാ? IC ഈസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO എന്ന് നമ്മൾ കൊടുത്തു. അതിനകത്ത് ഈ IE എന്ന് പറഞ്ഞാൽ IB പ്ലസ് IC ആണ് അല്ലേ? IE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC പ്ലസ് IB ആണ്. അപ്പം ഞാൻ ആൽഫ ഇൻറ്റു IC പ്ലസ് IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ? IB പ്ലസ് IC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തു. എനിക്ക് വേണ്ടത് ഇൻപുട്ട് കറണ്ടിനെ ഔട്ട്പുട്ട് കറണ്ടിനെയാണ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ IC ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ IB പ്ലസ് ആൽഫ IB പ്ലസ് ICBO എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് IC ഔട്ട്പുട്ട് കറണ്ടിനെ ഞാൻ എഴുതുക ഇൻ ടേംസ് ഓഫ് മജോറിറ്റി കാരിയേഴ്സ് ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇത് മൈനോറിറ്റി കാരിയേഴ്സ് ഇങ്ങനെയാവും, മജോറിറ്റി കാരിയേഴ്സ് ഇങ്ങനെയാവും. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് ICBO എന്ന് പറഞ്ഞാൽ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ മൈനോറിറ്റി കറണ്ട് ക്യാരിയറാണ്. അപ്പോൾ ഈ കേസിൽ എനിക്ക് എന്താ പറയുക? ചുമ്മാ ICO എന്ന് വേണേൽ എഴുതാം. 1 ബൈ 1 മൈനസ് ആൽഫ ICBO എന്ന് പറഞ്ഞാൽ ICEO ആണ്. പിന്നെ എന്താ? ഇത് ഔട്ട്പുട്ട് കറണ്ടും ഇത് ഇൻപുട്ട് കറണ്ടും. അപ്പോൾ മജോറിറ്റി എങ്ങനെ ആംപ്ലിഫിക്കേഷൻ വരുന്നത്? ബീറ്റ എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ ICEOയെ എനിക്ക് എന്താ? ബീറ്റയുടെ ഇക്വേഷൻ അറിയാം. എന്താ? ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നുള്ള കാര്യം നമുക്കറിയാം ഇല്ലേ? അപ്പോൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡിലും പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ എനിക്ക് കിട്ടി? 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് മൈ ഇക്വേഷൻ എന്നതാണ്? IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഇക്വേഷൻ. IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO. ഓക്കെ, ഇനി നമുക്ക് എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാനുള്ള കാര്യമൊക്കെ അറിയാലോ. ഇതാണ് നമ്മളുടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വരയ്ക്കാൻ പോകുന്നതിനകത്ത് ഇത് നോക്കണ്ട കേട്ടോ. നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്ഷൻ ഒന്നും ഞാൻ നോക്കണില്ല. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് VBE, ഇൻപുട്ട് കറണ്ട് IB ആൻഡ് ഇൻപുട്ട് ഇത് ഞാൻ ഒന്ന് തിരിച്ചിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IB ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VBE. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷൻ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്.
ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഇത് തന്നെയാണ് കോമൺ ആയിട്ടുള്ളത്. എമിറ്റർ IE ആണ് കോമൺ ആയിട്ടുള്ളത്. ഇൻപുട്ട് കൊടുത്തേക്കുന്നത് ഈ IBയും ഔട്ട്പുട്ട് കറണ്ടാണ് ഈ IC എന്ന് പറയുന്നതും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് VBEയും ഇൻപുട്ട് കറണ്ട് IBയും ഔട്ട്പുട്ട് വോൾട്ടേജ് VCEയും ഔട്ട്പുട്ട് കറണ്ട് ICയും. ഓക്കെ, ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതറിയത്തില്ലേ? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് വേഴ്സസ് ഇൻപുട്ട് കറണ്ട് വിത്ത് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. പിന്നെ അടുത്തത് എന്താ? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കീപ്പിംഗ് ദ ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം ഇൻപുട്ട് കറണ്ട് ഏതാണ്? ഇൻപുട്ട് കറണ്ട് ഈസ് IB ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ഈസ് IC. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം, എന്താ? ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. സോ IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO. ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്, നമുക്ക് വേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്. ഇനി അങ്ങോട്ടുള്ള എല്ലാ മോഡ്യൂളിലും വി ആർ യൂസിങ് ദ സെയിം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഫോർ യൂസിങ് ആസ് ആൻ ആംപ്ലിഫയർ. അത് എന്തുകൊണ്ടാണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് കേസ് ഇൻപുട്ട് ഓർ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻപുട്ട് ഓർ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോക്കിക്കേ, അപ്പോൾ ഇവിടെ എന്താണ്? ദിസ് ഇസ് ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷൻ. സോ the diode, for input characteristics will be same as that of the diode characteristics അല്ലേ? അപ്പോൾ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഡയോഡ് പോലെ തന്നെയായിരിക്കും. കാരണം എന്താ? ഇനിയും പറഞ്ഞു തരണോ? ഇത് കണ്ടോ, ഇത് ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷനാണ്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജുമാണ്. അപ്പോൾ എന്താ? ഈ ഫസ്റ്റ് ജംഗ്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കോൺസ്റ്റൻ്റാണ്. ഈ VCC കോൺസ്റ്റൻ്റാണ്. RC അനക്കാതെ വെച്ചേക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ടിന് മാത്രമേ വേരിയേഷൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു ദ ഫോർവേഡ് ബയസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്. ഇതാണ് ഷേപ്പ്. ഇനി അതിലേക്കൂടുള്ള കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? അതിലേക്കൂടുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KVL അപ്ലൈ ചെയ്യുമ്പം എന്താ? പ്ലസ് VBB മൈനസ് IBRB മൈനസ് VBE ഈസ് ഈക്വൽ ടു 0. അല്ലെ എങ്ങനെ എഴുതാം? VBB മൈനസ് VBE എന്ന് പറഞ്ഞാൽ IBRB ആണ്. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IB ഈസ് ഈക്വൽ ടു VBB മൈനസ് VBE ഡിവൈഡഡ് ബൈ RB എന്ന് എഴുതാം. ഓക്കെ, ഇനി ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? മുമ്പത്തെ പോലെ തന്നെ ഇവിടെയും എന്ത് സംഭവിക്കും? എയർലി എഫക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുകയാണ് ഇല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇഫ് യു ആർ ഇൻക്രീസിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, അപ്പം നാച്ചുറലി ഈ VCE ഇൻക്രീസ് ചെയ്യുകയാണ്. VCE എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? VCB പ്ലസ് VBE ആണ്. അപ്പം ഈ VBE ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഫോർവേഡ് ബയസിങ് ഉള്ളപ്പം 0.7. അപ്പം ഈ VCC അല്ലെ VCE ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച്, ഒന്നുകൂടെ പറയുകയാണെ, VCE ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ വാല്യൂ VCB ഇൻക്രീസ് ചെയ്യും. അതായത് റിവേഴ്സ് ബയസിങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ റിവേഴ്സ് ബയസ്ഡ് ജംഗ്ഷൻ എങ്ങനെയാ? പെട്ടെന്ന് റിവേഴ്സ് ബയസ്ഡ് ജംഗ്ഷൻ വലുതാവും. അപ്പോൾ എന്ത് സംഭവിക്കുക? ബേസ് തിന്നായതുകൊണ്ട് ബേസിനകത്തേക്ക് അത് കൂടുതൽ ഇറങ്ങും. അപ്പോൾ എന്താ? ബേസിൻ്റെ എഫക്റ്റീവ് വിഡ്ത്ത് കുറയും. നമ്മുടെ ബേസിൻ്റെ വിഡ്ത്ത് കുറയും. ബേസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? IB എന്ന് പറയുന്ന നമ്മുടെ കറണ്ട് കുറയും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് കണ്ടോ IBയുടെ വാല്യൂ കുറയുവാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇപ്പം 0.8 എടുത്തപ്പോൾ നോക്കിക്കേ, 20 വോൾട്ടിന് IBയുടെ വാല്യൂ ഒരു 30 അടുത്തേ വരുന്നുള്ളൂ. അതേസമയം 10 വോൾട്ട് ആയപ്പോൾ അതൊരു 40 അടുത്തായി. 1 വോൾട്ട് ആയിരുന്നപ്പോൾ അതിൻ്റെ വാല്യൂ ഹൈ ആയിരുന്നു. അതായത് ഈ VCE കൂട്ടുന്നതനുസരിച്ച് IBയുടെ വാല്യൂ കുറഞ്ഞേ വരത്തുള്ളൂ. Okay, so that is the input characteristics and it happens due to the early effect. ഇനി എനിക്ക് പറയാനുള്ളത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സാണ്. അറിയാലോ, ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട്
വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 3 റീജിയൻസ് ഉണ്ട്. കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് കറണ്ട് ആണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് കറണ്ട്. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക നോക്കിക്കേ. ഫസ്റ്റ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും സെക്കൻഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡുമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഐ ബിയുടെ വാല്യൂ 0 വരെ കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, അതിനകത്ത് മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് ഉണ്ടാവും. അതാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. മൈനോറിറ്റി കറണ്ട് ക്യാരിയേഴ്സ് കാരണം മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതിനെയാണ് നമ്മൾ ICEO എന്ന് പറയുന്നത്. ഈ താഴത്തെ ഈ ഒരു ഏരിയ അതിനെയാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് കട്ട് ഓഫ് റീജിയൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വരിക, ദ കട്ട് ഓഫ് റീജിയൻ. ഇനി അതിനുശേഷം എന്താ, ഇവിടെ ഈ റീജിയൻ വരുമ്പോഴത്തേക്കും എന്താണ്, 2 ഫോർവേഡ് ബയസ്ഡ് റീജിയൻ ആയിരിക്കും. അപ്പം വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പം സാച്ചുറേഷൻ റീജിയനും ദിസ് ഈസ് ദ കട്ട് ഓഫ് റീജിയനും. പക്ഷേ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസിസ്റ്റർ ഷുഡ് വർക്ക് ഫോർ എന്താ ദിസ് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കട്ട് ഓഫ് റീജിയനിൽ കട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 5% ഒക്കെ വരത്തുള്ളൂ കേട്ടോ, കട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് മെയിൻലി നോക്കിക്കേ, ദ കട്ട് ഓഫ് കറണ്ട് ഹാസ് 2 പാർട്സ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മൈനോറിറ്റി കറണ്ടും, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ലീക്കേജ് കറണ്ടും ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പഠിച്ചു, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബീറ്റ ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ IC/IB, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. IC/IBനെ നമ്മൾ ബീറ്റ എന്ന് പറയുന്നു. നമ്മൾ ഓൾറെഡി അതിൻ്റെ റിലേഷനും പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ആ IE = IC+IB ആണ്. അപ്പോൾ നമുക്കറിയാം IC/IE ആണ് ആൽഫ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, എല്ലാവരെയും IE കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആൽഫ. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്താവും, IE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ റൈറ്റ് IE? ഇവിടെ കണ്ടോ, ആൽഫ എന്ന് പറഞ്ഞാൽ IC/IE അല്ലേ. അപ്പോൾ IE എന്ന് പറഞ്ഞാൽ IC/ആൽഫ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, IE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC/ആൽഫ ഫ്രം ദിസ് ഇക്വേഷൻ. ആൻഡ് IC അതുപോലെ തന്നെ ഇട്ടു. ആൻഡ് IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, IC/ബീറ്റ. ഇങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയ, 1/ആൽഫ ഈസ് ഈക്വൽ ടു 1 + 1/ബീറ്റ എന്ന് കിട്ടി. ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1, or beta is equal to alpha divided by 1 minus alpha. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി എനിക്കറിയാം ഇറ്റ് ഈസ് ലിറ്റിൽ എന്താ വലുതായിപ്പോയി, ബട്ട് സ്റ്റിൽ we have one more configuration, that is common collector configuration. അപ്പോൾ ഈ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, കോമൺ എമിറ്റർ ആൻഡ് കോമൺ ബേസ് കോൺഫിഗറേഷൻസ് വെയർ യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ ആയിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ദാറ്റ് ഐ വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. അപ്പം കോമൺ അതിൻ്റെ രണ്ടിൻ്റെയും, അതായത് ഇൻ ബോത്ത് കോമൺ എമിറ്റർ ആൻഡ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈയുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ അറിയാലോ, കളക്ടർ കോമൺ ആയിരിക്കും, കറണ്ട് ഡയറക്ഷനും നിങ്ങൾക്ക് അറിയാം ഇല്ലേ. അപ്പം കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഞാൻ എടുക്കുവാണ്, അതിൻ്റെ ഇക്വേഷൻ അറിയാം. ജനറൽ ഇക്വേഷൻ IE എന്ന് പറഞ്ഞാൽ IC+IB ആണ്. ഓക്കെ, IE is equal to IC+IB. അപ്പം നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IBയും ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IEയുമാണ്. സോ ഐ വാണ്ട് IE ആൻഡ് IB മതി എനിക്ക് ഇക്വേഷനിൽ. സോ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ICയെ ഞാൻ റീപ്ലേസ് ചെയ്യും. എന്ത് വെച്ചിട്ടാണ്, IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ആൽഫ IE പ്ലസ് ICBO ആൽഫ ടേംസിൽ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ഈ IE എന്ന് പറഞ്ഞാൽ ആൽഫ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ IE പ്ലസ് ICBO. IE എന്ന് പറഞ്ഞാൽ IC+IB ആണ്,
IC എന്ന് പറഞ്ഞാൽ ആൽഫ IE പ്ലസ് ICBO ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ IE ഉണ്ട്, ഇവിടെ IE ഉണ്ട്. സോ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ IE ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ IB പ്ലസ് ICBO ആണ്. അപ്പോൾ IE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/1 മൈനസ് ആൽഫ ഇൻറ്റു IB. അപ്പോൾ നോക്കിക്കേ, ഇത് IB എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് കറണ്ടും ഇത് IE ആണ് വേണ്ടത്. IE എന്ന് പറഞ്ഞാൽ ദിസ് IE ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് കറണ്ടുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗാമ എന്ന് വിളിക്കാം. IE ഈസ് ഈക്വൽ ടു ഗാമ IB പ്ലസ് ഗാമ ICBO. IE ഈസ് ഈക്വൽ ടു ഗാമ IB ആണ്. ഔട്ട്പുട്ട് കറണ്ട് IE ഈസ് ഈക്വൽ ടു ഗാമ IB പ്ലസ് ICBO. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ കിട്ടണം. അതായത് IEയും അതായത് ആൽഫ ബീറ്റ തമ്മിൽ വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. സിമിലർലി ഗാമയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഐ സ്റ്റാർട്ടഡ് ഫ്രം IE ഈസ് ഈക്വൽ ടു IC പ്ലസ് IB. എന്നിട്ട് IB കൊണ്ട് എല്ലാ ഇക്വേഷനും ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ? IE ബൈ IB എന്ന് പറഞ്ഞാൽ ഗാമ, IC ബൈ IB എന്ന് പറഞ്ഞാൽ ബീറ്റ, IB ബൈ IB എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ബീറ്റ പ്ലസ് 1 is equal to ഗാമ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, 1/1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഗാമ ഓർ ഗാമ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1. ഇനി ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് കറണ്ട് എന്താണ്? IB. ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കോമൺ കളക്ടർ. സോ VCB. ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് എന്താ നോക്കിയേ? അറ്റ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ആണ്. ഇവിടെ നോക്കണേ, ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോക്കണേ. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഇത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അതായത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.5 ഒരു 0.3 ഉണ്ട് ഇത് അല്ലേ? ഒരു 0.3 നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദിസ് ഇസ് 0.3 ഡിവൈഡഡ് ബൈ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 അടുത്ത് വരുന്നുണ്ട്. 100 മൈക്രോ ആംപിയർ. 0.3 ഡിവൈഡഡ് ബൈ 100 മൈക്രോ ഇൻറ്റു 10⁻⁻6 ആണ്. അപ്പം മേളിൽ വരുമ്പോൾ എന്താ? ഇൻറ്റു 10⁴ വരും. അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻ എ കോമൺ കളക്ടർ ഈസ് വെരി ഹൈ. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻ എ കോമൺ കളക്ടർ is very high, whereas output characteristics എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നോക്കിക്കേ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ പറ്റുന്നുണ്ടോ? This is the output characteristics. So for an output characteristics, it is a plot between the output current and output voltage, keeping the input current constant. കണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കിട്ടണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്ത് ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? അതാ ഈ ഒരു ഇതെടുക്കുവാണെങ്കിൽ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 12.5 മൈനസ്, അതായത് ഇതൊരു 5 വോൾട്ട് നമ്മൾ എടുക്കുകയാണ്. ഇഫ് ഐ ആം ടേക്കിംഗ് 5 വോൾട്ട് വാല്യൂ, if I am taking 5 volt, ഈ ഒരു 5 വോൾട്ട് വാല്യൂ എടുക്കുകയാണെങ്കിൽ ദ ആംബിയർ റേഞ്ച് വേരിയേഷൻ ഈസ് സം 0.2. ഓക്കെ, അപ്പോൾ 5/0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനകത്തെ വാല്യൂ എങ്ങനെയായിരിക്കും വരിക? ദിസ് ഈസ് 5 ഡിവൈഡഡ് ബൈ 0.2 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ when compared to the input resistance low ആയിരിക്കും. For a common collector, output resistance value when compared to the input resistance it will be low. Okay, അപ്പം low എന്ന് പറഞ്ഞാലും approximately same ആയിട്ട് വരും. So we can use this for impedance matching circuits കേട്ടോ. So common collector configuration is used for impedance matching circuit. Okay, so in the last slide I am comparing all the configurations. നോക്കിക്കേ, for a common base and common emitter configuration, the input resistance is very low or input resistance is low and output resistance is high, whereas for a common collector configuration, the output resistance is low and input resistance is high.
Okay, and you know that the input current, output current, all those parameters you know, and എന്താ മെയിനായിട്ടും എന്താ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കോമൺ ബേസിലാണെങ്കിൽ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യും, കോമൺ എമിറ്ററിൽ ബീറ്റ ആൻഡ് കോമൺ കളക്ടറിൽ ഗാമ കേട്ടോ. ഇവിടെ ഗാമ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗാമ ഈസ് ഈക്വൽ ടു എന്താ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. കറണ്ട് ഗെയിൻ എങ്ങനെയായിരിക്കും? ഫോർ കോമൺ ബേസിൽ കറണ്ട് ഗെയിൻ കുറവായിരിക്കും. ഓക്കെ, കോമൺ എമിറ്ററിൽ കറണ്ട് ഹൈ ആണ്. അതേസമയം വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ രണ്ടിടത്തും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദെയർഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പവർ ആംപ്ലിഫിക്കേഷൻ, ഓഡിയോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ കോമൺ ബേസിൽ എന്താ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ കറണ്ട് ആംപ്ലിഫിക്കേഷൻ നടക്കണില്ല. അപ്പം ഇതിനെ നമ്മൾ ഇൻപുട്ട് സ്റ്റേജിലാണ് യൂസ് ചെയ്യുന്നത്. കോമൺ ബേസിനെ കോമൺ എമിറ്ററിനെ സാധാരണ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കോമൺ എമിറ്റർ ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആസ് വെൽ ആസ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. പക്ഷേ കോമൺ കളക്ടറിനകത്ത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് ലോ വെൻ കമ്പയർഡ് ടു ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് ഇറ്റ് ഓൺലി ഫോർ ഇമ്പിഡൻസ് മാച്ചിങ്. അതുകൊണ്ട് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ ആപ്ലിക്കേഷൻ വെരി ലെസ് ആണ് കേട്ടോ. അപ്പം ഇതിനും റെഫറൻസ് ടെക്സ്റ്റ് ഉപയോഗിച്ചേക്കുന്നത് ബോയിൽസ്റ്റഡ്സ് ടെക്സ്റ്റും മാൽവിനോയും ആണ്. ഓക്കെ, സോ ഐ നോ ദിസ് ലെക്ചർ വാസ് ലിറ്റിൽ ലെങ്തി, ബട്ട് ഐ ഹാവ് ട്രൈഡ് ടു ഇൻക്ലൂഡ് ആസ് മച്ച് ആസ് ഇൻഫോർമേഷൻ ആസ് പോസിബിൾ. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ക്ലാസ്. ആൻഡ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നിന്ന് മാത്രമായിരിക്കും വരിക. അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ PPT. താങ്ക് യു. ഹാപ്പി ലേണിംഗ്. ബൈ ബൈ.